ഡീമൺ സ്ലെയർ അനിമയിൽ തന്നെ ഹീറോ നമ്മുടെ ടാൻജിറോ ആണെങ്കിലും ആ സീരീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ശരിക്കും അതിലുള്ള ഹീറോ ആരാണ്. അതെ, യൊറീച്ചി. ആ യൊറീച്ചി എങ്ങനെ വളർന്നു, എങ്ങനെ പുള്ളി അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആയി മാറി എന്നുള്ള പുള്ളിയുടെ ബാക്ക് സ്റ്റോറിയും ഒറിജിനൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആ സീരീസിൽ ഇതുവരെ അത് കാണിച്ചിട്ടുണ്ടാവില്ല, അത് ഇനി വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. സോ ഈ മാങ്കയിലുള്ള കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇതൊരു ഹെവി സ്പോയിലറാണ്. കാരണം ഈ ഡീമൺ സ്ലെയർ മാങ്ക ഇതേപോലുള്ള അനിമേസൊക്കെ ഡിറ്റോ മാങ്കയുടെ അതേ ഡയറക്റ്റ് തന്നെയാണ് അനിമയിലും എടുത്ത് വെക്കുന്നത്. സോ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അനിമയിലും വരാൻ വേണ്ടി പോകുന്നത്. സോ അതുകൊണ്ട് ഒരു സ്പോയിലറായിട്ട് ആദ്യമേ പറഞ്ഞേക്കാം. ഇനി നമുക്ക് പുള്ളിയുടെ ആ സ്റ്റോറിയിലേക്ക് പോവാം. നമ്മുടെ യൊറീച്ചി ജനിക്കുന്നത് തന്നെ ട്വിൻസ് ആയിട്ടാണ്. അതായത് യൊറീച്ചിയും പുള്ളിയുടെ ബ്രദറായിട്ടുള്ള മിച്ചിക്കാസു, ഈ മിച്ചിക്കാസു ആണ് പിന്നെ കൊക്കുഷിവുമായിട്ട് മാറുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ജനിക്കുന്ന ആ ടൈം പീരീഡിൽ ഈ ട്വിൻസ് ജനിക്കുന്നത് ഒരു അൺലക്കി ആയിട്ടാണ് ആ ടൈമിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. കാരണം ജനിക്കുന്ന അവരുടെ ആ കുഞ്ഞാണ് പിന്നെ അവരുടെ അടുത്ത ഫാമിലിയുടെ അടുത്ത സക്സസറായിട്ട് മാറേണ്ടത്. ട്വിൻസ് ജനിക്കുകയാണെങ്കിൽ അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഇതിൽ ആരായിരിക്കും അടുത്ത സക്സസർ ആവാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടൈം പീരീഡിലാണ് ട്വിൻസായിട്ട് ഇവർ ജനിക്കുന്നത്. അത് മാത്രമല്ല യൊറീച്ചി ജനിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ നെറ്റിയിൽ എന്തോ ഒരു മാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ കണ്ടതും യൊറീച്ചിയുടെ അച്ഛൻ അവനെ കൊന്നു കളയാൻ വേണ്ടി ഓർഡർ ഇടുകയാണ്. പക്ഷേ യൊറീച്ചിയുടെ അമ്മ ഓടി വന്നിട്ട് ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ അവിടെ ഒച്ചപ്പാടെല്ലാം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ കൊല്ലാനുള്ള തീരുമാനം മാറ്റിയിട്ട് അവന് 10 വയസ്സായതിന് ശേഷം ഒരു അമ്പലത്തിലെ പ്രീസ്റ്റാക്കിയിട്ട് അവൻ അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് യൊറീച്ചിനെ. അങ്ങനെ നമ്മുടെ മിച്ചിക്കാസും യൊറീച്ചും ഒരുമിച്ചാണ് വളരുന്നത്. പക്ഷേ രണ്ടുപേര് രണ്ട് രീതിയിലാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം മിച്ചിക്കാസുവിനെ അടുത്ത സക്സസറായിട്ടായിരുന്നു പുള്ളിയുടെ അച്ഛൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ യൊറീച്ചിനെ പ്രീസ്റ്റായിട്ട് അയക്കേണ്ടതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും ഒക്കെ രണ്ട് തരത്തിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ മിച്ചിക്കാസുവിനായിരുന്നു എല്ലാത്തിനും മുൻഗണന. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഒതുക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ യൊറീച്ചി അമ്മയുടെ സൈഡിൽ നിന്ന് മാറത്തേ ഉണ്ടാവില്ല. അതും അമ്മയുടെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും താങ്ങി പിടിച്ച് അവൻ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ മിച്ചിക്കാസു ആണെങ്കിൽ അച്ഛൻ കാണാത്ത സമയത്ത് അനിയനെ കാണാൻ വേണ്ടി പോവും. അങ്ങനെ അനിയന് പുള്ളി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലൂട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. ജനിച്ചിട്ട് 7 വയസ്സായ പിന്നെ നമ്മുടെ യൊറീച്ചി ചിരിക്കുന്നതോ സംസാരിക്കുന്നതോ ആരും തന്നെ കണ്ടിട്ടില്ല. എല്ലാവരും അവൻ പൊട്ടനാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മിച്ചിക്കാസു പുള്ളിയുടെ സ്പോർട്സ്മാൻ സ്കില്ലൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പുള്ളിയുടെ പ്രാക്ടീസിങ് ടൈമിൽ നമ്മുടെ യൊറീച്ചി വന്നിട്ട് ബാക്കിൽ നിൽക്കുന്നത്. എന്നിട്ട് വന്ന് ചോദിക്കുകയാണ്, ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ സാമുറായി ആയി മാറുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടത് നമ്മുടെ മിച്ചിക്കാസു തന്നെ ഞെട്ടാണ്. കാരണം ഈ ചെറുക്കനെ ഇന്നേ വരെ സംസാരിക്കുന്നതൊന്നും പുള്ളി കേട്ടിട്ടില്ല. അങ്ങനെ അവൻ ഒരു പൊട്ടനാണെന്നാണ് ഇവൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവൻ സംസാരിക്കുന്ന കേട്ടതും പുള്ളിയുടെ ആ വാൾ തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോവാണ്. അങ്ങനെ അവനും പറയാണ് അവനും ഒരു സാമുറായി മാറണമെന്നാണ് ആഗ്രഹം എന്ന്. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ യൊറീച്ചി ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ചിരിക്കുന്നത് നമ്മുടെ മിച്ചിക്കാസു കാണാണ്. ഇതൊക്കെ കണ്ടിട്ട് പുള്ളിയാകെ വണ്ടറടിച്ചിരിക്കുകയാണ്. ഈ ചെറുക്കൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇവൻ കാണുന്നത്. പക്ഷേ നമ്മുടെ മിച്ചിക്കാസുവിനാണെങ്കിൽ യൊറീച്ചിന് വെറും പുച്ഛമായിരുന്നു. ഇവനൊക്കെ എങ്ങനെ ഒരു സാമുറായി മാറാനാണ്, എന്തുണ്ടെങ്കിലും അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്, ഇവനൊക്കെ എങ്ങനെ ഒരു പേടിത്തണ്ടായിട്ടുള്ള ഇവൻ എങ്ങനെ ഒരു സാമുറായി ആയിട്ട് മാറാനൊക്കെയാണ് പുള്ളിയുടെ ചിന്ത. അങ്ങനെ ആ ടൈമിൽ നമ്മുടെ മിച്ചിക്കാസുവിനെ പുള്ളിയുടെ അച്ഛൻ്റെ സബോർഡിനേറ്റ്സ് ഒക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ യൊറീച്ചിനെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും, പുള്ളിനെയും പഠിപ്പിച്ചു കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അത് കണ്ടിട്ട് തന്നെ പുള്ളിയുടെ സബോർഡിനേറ്റ്സ് നമ്മുടെ മിച്ചിക്കാസുവിൻ്റെ അച്ഛൻ്റെ സബോർഡിനേറ്റ്സ് പുള്ളിക്ക് ഒരു ചെറിയ വുഡൻ വാൾ പോലത്തെ ഒരു സാധനം കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ആ സോർട്സ് സ്വിങ് ചെയ്യേണ്ട ബേസിക്സ് മാത്രം അവന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ബേസിക്സ് വെച്ചിട്ട് തന്നെ ആ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അച്ഛൻ്റെ സബോർഡിനേറ്റിനെ തന്നെ കൂളായിട്ട് ഒരൊറ്റയടിക്ക് നമ്മുടെ ആ യൊറീച്ചി അടിച്ച് നോക്കൗട്ട് തന്നെ ചെയ്യാണ്. ഇത് കണ്ടത് നമ്മുടെ മിച്ചിക്കാസു തന്നെ ഞെട്ടാണ്. കാരണം ഇത്രയും വലിയ സ്കില്ലൊക്കെ പഠിച്ചിട്ടും ഇവൻ്റെ ഈ ബേസിക് വെച്ച് ഇവൻ അടിച്ച പോലത്തെ ഒരു അടി അടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് നമ്മുടെ മിച്ചിക്കാസിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ആ ബേസിക് സ്കിൽസ് വെച്ചിട്ട് യൊറീച്ചി അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന സബോർഡിനേറ്റിനെ തന്നെ അടിച്ച് നോക്കൗട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അതായത് വെറും 7 വയസ്സുള്ള ഒരു പയ്യൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ അടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ പിന്നെ ഒരു സാമുറായി ആവണമെന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് പുള്ളിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ മിച്ചിക്കാസുവിന് ഇവൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യൊറീച്ചിയും പറയാണ്, ഓപ്പണൻറ്റിൻ്റെ ലങ്സ് എക്സ്പാൻഡ് ആവും അവർ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അവരുടെ ബോൺ മൂവ്മെൻറ്റും മസിൽ കോൺട്രാക്ഷനും ബ്ലഡിൻ്റെ ഫ്ലോയും ഒക്കെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്തു എന്ന് പറയാണ് യൊറീച്ചി. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് പോലും നമ്മുടെ മിച്ചിക്കാസുവിന് മനസ്സിലാവുന്നതന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മിച്ചിക്കാസുവിന് തന്നെ മനസ്സിലാവുന്നത് ഇവന് മനുഷ്യരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും വിഷൻ പോലെ കാണാൻ പറ്റുന്നു. അപ്പോഴാണ് മിച്ചിക്കാസുവിന് തന്നെ മനസ്സിലാവുന്നത് അവൻ്റെ ആ ബർത്ത് മാർക്ക് പോലെ തന്നെ
ഇവൻ്റെ സ്പെഷ്യൽ എബിലിറ്റി ആയിട്ട് വിഷനും ഇവനുണ്ടെന്ന് നമ്മുടെ മിച്ചിക്കാസുവിന് മനസ്സിലാവുകയാണ്. ആ കാഴ്ചയ്ക്ക് സമാനമായിട്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന പോലെ അവൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തും ഒരുപാടുണ്ടെന്നും പുള്ളി മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ മനസ്സിലായത് നമ്മുടെ മിച്ചിക്കാസു തന്നെ ഞെട്ടാണ്. കാരണം പുള്ളി ഇത്രയും കാലം വെറും ഒരു പൊട്ടനാണ്, മണ്ടനാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ തന്നെക്കാളും സ്ട്രോങ് ആണെന്നുള്ള കാര്യം പുള്ളി മനസ്സിലാക്കുകയാണ്. പക്ഷേ യൊറീച്ചി ആണെങ്കിലും ആ വാളൊക്കെ പിടിച്ച് ഫൈറ്റ് ചെയ്യുന്നതിനൊക്കെ ഉപരി തൻ്റെ ബ്രദറിൻ്റെ കൂടെ സുഗ്രോക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം കളിക്കണം എന്നാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം തന്നെ. ഇതൊക്കെ കേട്ടത് നമ്മുടെ മിച്ചിക്കാസുവിന് തന്നെ ഇവനോട് അസൂയ തോന്നുകയാണ്. കാരണം ഇവൻ ഇങ്ങനത്തെ ഒരു ശക്തികളും ഇവൻ്റെ പവേഴ്സും ഒന്നും ഇവൻ ഒട്ടും തന്നെ ആഗ്രഹമില്ല. പക്ഷെ ഞാനാണെങ്കിലോ പുള്ളിയാണെങ്കിലോ പക്ഷേ നമ്മുടെ മിച്ചിക്കാസു ആണെങ്കിലോ ആ സോഡിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ലൈഫ് തന്നെ അർപ്പണിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് തനിക്ക് ഇതേപോലെയുള്ള ശക്തികളൊന്നും ഇല്ല, ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതിന് എന്തുകൊണ്ട് ഈ ശക്തികളൊന്നും ഇല്ല എന്ന് പുള്ളി വിചാരിക്കുകയാണ്. അതായത് എറിയാൻ അറിയുന്നവൻ്റെ അതിൽ വടി കിട്ടിയില്ലല്ലോ എന്ന് പുള്ളി ആലോചിക്കുകയാണ്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മിച്ചിക്കാസു ഒരുപാട് പേടിക്കുകയാണ്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും പൊസിഷൻസ് ഇനി മാറുമെന്ന്. കാരണം പുള്ളിയുടെ ആ സബോർഡിനേറ്റ്സ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത സക്സസറായിട്ട് അവനെ പരിഗണിക്കുമോ, ഇനി 10 വയസ്സായി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകേണ്ടി വരുന്നത് നമ്മുടെ മിച്ചിക്കാസു ആയിരിക്കുമോ എന്നൊക്കെ പുള്ളി പേടിച്ചുകൊണ്ട് തന്നെ കിടക്കുകയാണ്. അങ്ങനെ പുള്ളി കിടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിയുടെ മുറിയുടെ പുറത്ത് ബ്രദർ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൊറീച്ചി വരുന്നത്. അങ്ങനെ മിച്ചിക്കാസുവിന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. അങ്ങനെ യൊറീച്ചിനോട് ചോദിച്ചതും നമ്മുടെ യൊറീച്ചി പറയാണ്, എന്നോടൊന്നും ചോദിക്കരുത്, എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് ചോദിച്ച് മനസ്സിലായിക്കോ, ഞാൻ നാളെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പുറപ്പെടുവാണെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മിച്ചിക്കാസും അമ്പലത്തിലേക്കോ, അതിന് നീ എന്തിനാ പോകുന്നത്, അതിനത് ആവശ്യമില്ലെന്ന് പറയുമ്പോൾ തന്നെ ഇല്ല, ഞാൻ നിന്നോട് യാത്ര പറയാനാണ് വന്നത്. നീ തന്നിരിക്കുന്ന ഈ ഫ്ലൂട്ട് എനിക്ക് എന്നും നിന്നെ ഓർമ്മിപ്പിക്കാൻ ഇത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ബ്രദർ കൊടുത്തിട്ടുള്ള ആ ഫ്ലൂട്ട് എന്തോ ഒരു ട്രഷർ പോലെ നമ്മുടെ യൊറീച്ചി എടുത്തു വെക്കുകയാണ്. അങ്ങനെ യൊറീച്ചി അവിടുന്ന് ആ അമ്പലത്തിലേക്ക് പോവുകയാണ്. അതിന് ശേഷമാണ് നമ്മുടെ ആ യൊറീച്ചിയുടെ അമ്മയുടെ ആ ഡയറിയൊക്കെ മിച്ചിക്കാസുയുടെ കയ്യിൽ കിട്ടുന്നത്. ആ ഡയറി കിട്ടിയപ്പോഴാണ് നമ്മുടെ മിച്ചിക്കാസുവിന് തന്നെ മനസ്സിലാവുന്നത് ആ സബോർഡിനേറ്റിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ യൊറീച്ചിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അച്ഛൻ അടുത്ത സക്സസറായിട്ട് യൊറീച്ചിനെ ആയിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പുള്ളി ബ്രദറിന് വേണ്ടിയിട്ട് ആ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതും പോയതും. അതുമാത്രമല്ല യൊറീച്ചിക്ക് അമ്മയുടെ അസുഖത്തിനെക്കുറിച്ചും അവരുടെ അവസാന നാളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ യൊറീച്ചിക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. വർഷങ്ങളായിട്ട് യൊറീച്ചിയുടെ അമ്മയുടെ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു സൈഡ് മൊത്തം വീക്കായിരുന്നു. ആ ഒരു കാരണം അപ്പോഴാണ് നമ്മുടെ മിച്ചിക്കാസുവിന് തന്നെ മനസ്സിലാവുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് യൊറീച്ചി എപ്പോഴും അമ്മയുടെ വലത്ത് സൈഡ് താങ്ങി പിടിച്ച് നടന്നുകൊണ്ടിരുന്നതെന്ന് പുള്ളി മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അമ്പലത്തിലേക്ക് പോയിട്ടുള്ള യൊറീച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളെ അയക്കുകയാണ്. പക്ഷെ അവരവിടെ ചെന്നപ്പോൾ തന്നെ ഞെട്ടുകയാണ്. കാരണം യൊറീച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. യൊറീച്ചി ആണെങ്കിൽ യാതൊരു കോണ്ടാക്റ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു, അപ്രത്യക്ഷമായിരിക്കുകയാണ്. നമ്മുടെ മിച്ചിക്കാസു ആണെങ്കിൽ അവൻ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോ അല്ലെങ്കിൽ വല്ല കരടിന് മുന്നിൽ പെട്ടോ ഒന്നും അറിയാതെ പുള്ളിയുടെ കാലം കഴിയുകയാണ്. അങ്ങനെ നമ്മുടെ മിച്ചിക്കാസു വളർന്ന് വലുതാവുകയാണ്. പുള്ളിക്കൊരു ഭാര്യ ഉണ്ടാവുകയാണ്, കുഞ്ഞുണ്ടാവുകയാണ്. പുള്ളിയുടെ ലൈഫ് സ്മൂത്തായിട്ട് തന്നെ പക്ഷേ വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ ബോറായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മിച്ചിക്കാസുവിൻ്റെ ആ എൻക്യാപ്മെൻറ്റ് ഒരു ഡീമൺ അറ്റാക്ക് ചെയ്യുന്നത്. അത് കാരണം തന്നെ പുള്ളിയുടെ എല്ലാ സബോർഡിനേറ്റ്സിനെയും ആ ഡീമൺ കൊന്നു കളഞ്ഞു. ഉടനെ തന്നെ പറന്ന് വന്നിട്ട് ആരോ ആ ഡീമൻ്റെ തല തന്നെ അറുത്ത് കളയാണ്. വേറെ ആരുമല്ല, നമ്മുടെ മിച്ചിക്കാസുവിൻ്റെ ബ്രദറായിട്ടുള്ള യൊറീച്ചി ആയിരുന്നത്. ഇത് കണ്ടത് നമ്മുടെ മിച്ചിക്കാസു തന്നെ ഞെട്ടാണ്. കാരണം അവൻ ചെറുപ്പത്തിനുള്ളതിനേക്കാളും അവൻ്റെ സോഡ് സ്കിൽസൊക്കെ ഒരുപാട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഒരു മനുഷ്യനെ അല്ലാത്തൊരു സാധനത്തിനെ പഴം പോലെ അവ അറുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യൊറീച്ചിനെ കണ്ടതും ജീവൻ രക്ഷിച്ചതിനും സന്തോഷിക്കുന്നതിന് പകരം ഇവനെ കണ്ടതും അസൂയയിൽ ആളി കത്താൻ തുടങ്ങാണ് പുള്ളിയുടെ മനസ്സ്. അങ്ങനെ വന്നത് യൊറീച്ചി മിച്ചിക്കാസുവിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ്. വരാൻ ലേറ്റ് ആയതിനും അതുകൊണ്ടാണ് പുള്ളിയുടെ ആ സബോർഡിനേറ്റ്സൊക്കെ മരിച്ചെന്നുള്ള കാരണമൊക്കെ പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിച്ചിക്കാസു ആണെങ്കിൽ യൊറീച്ചിയുടെ ശക്തികളെല്ലാം മനസ്സിലാക്കുകയാണ്. ആ ശക്തികളെല്ലാം തനിക്ക് വേണമെന്ന് പുള്ളി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പുള്ളിയുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം പുള്ളി ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് യൊറീച്ചി പോയിട്ടുള്ള അതേ പാത പിന്തുടരുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ യൊറീച്ചി പുള്ളി തന്നെ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന പുള്ളിയുടെ സോഡ് ടെക്നിക്സും ബ്രീത്തിങ് ടെക്നിക്സൊക്കെ എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പുള്ളി പഠിപ്പിക്കുന്ന എല്ലാവർക്കും പുള്ളിയുടെ ലെവലിലേക്ക് എത്താൻ പുള്ളിയുടെ 7 അയലത്ത് പോലും എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുള്ളി പഠിപ്പിക്കുന്ന എല്ലാവരുടെയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രെങ്ത്തിൽ നമ്മുടെ യൊറീച്ചി വർക്ക് ചെയ്യാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് മോഡിഫൈഡ് ആയിട്ടുള്ള ബർത്ത് ടെക്നിക്സ് പുള്ളി ബിൽഡ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ യൊറീച്ചിനെ പോലെ തന്നെ മാർക്ക് വന്നിട്ടുള്ള ഒരുപാട് പേര് അപ്പിയർ ആവാണ്. അങ്ങനെയാണ് ഒരുപാട് ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ടാകുന്നത്. നമ്മുടെ ഫ്ലെയിം ബ്രീത്തിങ് അങ്ങനെയുള്ള ഒരുപാട് ബ്രീത്തിങ് ടെക്നിക്സൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഡീമൺ ഹൺഡ്രഡ്സിൻ്റെ ആ ഗ്രൂപ്പ് തന്നെ വലുതായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ആ ടൈമിലാണ് നമ്മുടെ ഈ മിച്ചിക്കാസിനും അതേപോലുള്ള നമ്മുടെ യൊറീച്ചിയുടെ മേത്തുണ്ടായ പോലെ ഒരു ഡീമൺ സ്ലെയർ മാർക്ക് വരുന്നത്. നമ്മുടെ മിച്ചിക്കാസിന് എത്ര പരിശ്രമിച്ചിട്ടും ആ സൺ ബ്രീത്തിങ് ടെക്നിക്ക് മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടുള്ള മൂൺ ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്ക് തന്നെ പുള്ളി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് യൊറീച്ചീനെ തകർക്കാൻ പറ്റുന്ന അത്രയും പവർഫുള്ളായി മാറാൻ പറ്റുമെന്ന് നമ്മുടെ മിച്ചിക്കാസ് വിചാരിക്കുകയാണ്. ആ ടൈമിലാണ് ഈ മാർക്ക് വന്നിട്ടുള്ള എല്ലാവരും മരിക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മാർക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ആയതുകൊണ്ടാണ് അവരിപ്പോൾ മരിക്കേണ്ടി വരുന്നതെന്നും ഒക്കെ മനസ്സിലാക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ താനും മരിക്കേണ്ടി വരും എന്നുള്ള സത്യം നമ്മുടെ മിച്ചിക്കാസ് മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡീമൺ കിങ് ആയിട്ടുള്ള നമ്മുടെ മുസാൻ്റെ എൻട്രിയും പുള്ളി ഡീമണായി മാറുന്നതൊക്കെ. ഇതാണ് നമ്മുടെ യൊറീച്ചിയുടെയും മിച്ചിക്കാസുടെയും ഒറിജിൻ. ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഡീമൺ സ്ലെയർ ആയി മാറുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ മിച്ചിക്കാസു കൊക്കുഷീബോ ആയിട്ട് മാറുന്നത്. അതിനുശേഷമുള്ള സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക, നമ്മളതും ചെയ്യുന്നതായിരിക്കും.